ഇന്നത്തെ കാലത്ത് നമ്മളുടെ പണം നമ്മൾക്ക് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലം? മ്യൂച്വൽ ഫണ്ടുകളല്ലേ? നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവത്തില്ല. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നതാണ്. എന്താണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. സോ ആദ്യം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കാണുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും. ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് 50% കൂടുതൽ റിട്ടേൺ തന്ന സെക്ടറൽ ഇൻഡെക്സുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മൾ സാധാരണ രീതിയിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഗ്രോത്ത് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ഫിനാൻഷ്യൽ അഡ്വൈസർ ആണെങ്കിലും നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 12% 12% ആണ് ആനുവൽ റിട്ടേൺ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയും അത് വെച്ചിട്ടാണ് നമ്മളുടെ ഗ്രോത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നതെന്നുള്ളത്. ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഇതിനെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 12% ആനുവൽ റിട്ടേൺ കിട്ടുമെന്ന് പറയുന്ന സാഹചര്യത്തിലാണ് 50%, ഏകദേശം 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തേക്ക് 1,50,000 രൂപയ്ക്ക് മേളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായേനെ. അതാണ് സെക്ടറൽ ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രത്യേകത. ഈ സെക്ടറൽ ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ടോപ്പ് 3 ആയിട്ട് പെർഫോം ചെയ്ത സെക്ടറൽ ഇൻഡൈസസ്, അതിൽ തന്നെ ആ സെക്ടറൽ ഇൻഡൈസസിൽ അതിനേക്കാൾ ഓവർ പെർഫോം ചെയ്ത ഏത് ഫണ്ടാണ്, ഏത് ഫണ്ട് ഹൗസിൻ്റെ ഫണ്ടുകളാണെന്നുള്ള കാര്യവും നമ്മൾ ഈ വീഡിയോയിൽ ത്രൂ നോക്കുന്നുണ്ട്. നിങ്ങൾക്കിതൊരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് ഇത് കംപ്ലീറ്റ്ലി അവതരിപ്പിക്കുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ടും കാണുക, ഒന്നും മിസ് ഔട്ട് ചെയ്യരുത്. എന്താണ് സെക്ടറൽ ഇൻഡൈസസ്? നമ്മൾ ഓട്ടോമേറ്റഡ് പാർട്സും കാര്യങ്ങളും ഇല്ലേ, ഉദാഹരണത്തിന് നമ്മുടെ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്സും കാര്യങ്ങളും എല്ലാം ഓട്ടോ സെക്ടറിലല്ലേ വരുന്നത്. പാർട്സിൻ്റെ മാനുഫാക്ചറിങ് ആകാം, സെയിൽസ് ആകാം, സർവീസസ് ആകാം, ഇതെല്ലാം ഒരു ഓട്ടോ സെക്ടറിലാണ് വരുന്നത്. ഇതേപോലെ നമ്മൾ ഓട്ടോ സെക്ടർ ഒരു സെക്ടറൽ ഇൻഡൈസസ് ആയിരുന്നു. സെയിം രീതിയിൽ ബാക്കി ഏതൊക്കെ സെക്ടേഴ്സാണ് ഈ വർഷം ഔട്ട് പെർഫോം ചെയ്തതെന്നും നല്ല രീതിയിൽ മാർക്കറ്റിൽ മൂവ്മെൻറ്റ്സ് തന്നതെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ത്രൂ നോക്കാൻ പോകുന്നത്. അതിൽ തന്നെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചറൽ ഫണ്ടുകളായിരുന്നു. ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്പനീസാണ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫണ്ടുകളിൽ വരുന്നത്. 53% കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അവർ തന്നിരിക്കുന്ന റിട്ടേൺ. ഇൻഫ്രാസ്ട്രക്ചറൽ ഫണ്ടുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിരിക്കുന്ന ഫണ്ട് ഹൗസ് ഏതാണെന്നറിയാമോ? LICയുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫണ്ടാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറൽ ഫണ്ട്. ഏകദേശം 69.53% ഗ്രോ ചെയ്തിരിക്കുന്നത്. 70%-നടുത്ത്. ഒരു ഫിനാൻഷ്യൽ ഇയർ തന്നെ നമ്മളുടെ എമൗണ്ട് നേരത്തെ പറഞ്ഞ കണക്കിലാണെങ്കിൽ 1 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ 1,70,000 രൂപയായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് ആ ഫണ്ടിന് ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രം LIC മ്യൂച്വൽ ഫണ്ടിന് സാധിച്ചതിന് 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഫണ്ട് ഏതാണെന്നറിയാമോ? അത് ഫാർമ സെക്ടറായിരുന്നു. 57.23% ഫാർമ സെക്ടർ ഗ്രോ ചെയ്തിരിക്കുന്നത്. ഫാർമ സെക്ടർ ഒരു സീസണൽ സെക്ടറായിരുന്നു. ഓരോ സീസൺസിലും ഫാർമ സെക്ടറിൻ്റെ പെർഫോമൻസസ് എപ്പോഴും മാറാറുണ്ട്. പക്ഷെ ഒരു സ്റ്റേബിൾ ഗ്രോത്ത് വരുന്ന ഒരു സെക്ടർ തന്നെയായിരുന്നു ഫാർമ സെക്ടർ. ഈ ഫാർമ സെക്ടറിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് തന്ന മ്യൂച്വൽ ഫണ്ട് ഹൗസ് ഏതാണെന്നറിയാമോ? അത് HDFC ആയിരുന്നു. HDFC ഫാർമ ആൻഡ് ഹെൽത്ത് കെയർ സ്കീമുകളാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിരിക്കുന്നത്. ഏകദേശം 65%-നടുത്താണ് ഈ ഒരു സ്കീമിൽ നിന്ന് മാത്രമുള്ള റിട്ടേൺ. 65%. നേരത്തെ നമ്മൾ LICയുടെ കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് HDFCയിലേക്ക് വന്നു. ഈ 2 സെക്ടേഴ്സും അതീവ ഭീകര ഗ്രോത്ത് വന്നപ്പോൾ 1-ാം സ്ഥാനത്തുള്ള സ്കീം ഏതായിരിക്കും? 1-ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ഫണ്ട് PSU ഫണ്ടുകളായിരുന്നു. പബ്ലിക് സെക്ടർ ഫണ്ട്സ്. PSU സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവർക്കും അറിയും കഴിഞ്ഞ ഏകദേശം ഒരു വർഷമായിട്ട് അവർ തന്നിരിക്കുന്ന റിട്ടേൺസ് മാരക റിട്ടേൺ. PSUയിൽ ഇൻഡിവിജ്വലി സ്റ്റോക്കുകളിലായാലും ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ സെക്ടർ ഗ്രോ ചെയ്തിരിക്കുന്നത് 65% വെച്ചിട്ടാണ് ഓൺ ആൻ ആവറേജ്. ഇതിൽ തന്നെ CPSE ETFs നൽകിയിരിക്കുന്ന റിട്ടേൺ 74%. നേരത്തെ കണക്ക് വെച്ച് 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ 1,74,000 രൂപയായിട്ട് ഇന്ന് നിങ്ങളുടെ അക്കൗണ്ടിൽ ആ ഫണ്ട് ഉണ്ടായേനെ.
ഈ 3 സെക്ടേഴ്സ് ആയിരുന്നു ഔട്ട് പെർഫോം ചെയ്യുകയും ഈ 3 സെക്ടേഴ്സാണ് അതീവ ഗ്രോത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നിരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചറൽ ഫണ്ട്സ്, ഫാർമ സെക്ടർ ആൻഡ് PSU ഫണ്ട്സ്. ഈ റിട്ടേൺസും കാര്യങ്ങളും കാണുമ്പോൾ ആർക്കായാലും ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ കൊണ്ടുപോയി കുറച്ച് കാശ് ഇടാനായിട്ട് തോന്നുമല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡു യു വാണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ ദിസ് മ്യൂച്വൽ ഫണ്ട്? കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നല്ല, ഏത് സെക്ടറൽ ഇൻഡൈസസിൽ കൊണ്ടുപോയി കാശ് ഇടുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളുടെ റിസ്ക് അപ്പറ്റൈറ്റ് എന്തായിരിക്കണം, നമ്മളുടെ ഗോൾ എന്താണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രം നമ്മളൊരു ഫണ്ടിലേക്ക് കൊണ്ടുപോയി ഫിനാൻഷ്യലി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ. ഇനി ഇത്രയും വളർന്ന ഫണ്ടുകളല്ലേ, ഇതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും റിസ്ക് എലിമെൻ്റ് ഉണ്ടോ? ഇല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഫണ്ടുകളല്ലേ, അതുകൊണ്ട് റിസ്ക് വളരെ കുറവായിരിക്കുമല്ലോ? ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഈ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ള റിസ്കുകളുണ്ട്. ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞിരുന്നു, ഇത് സൈക്ലിക് ആണ്. ഫാർമ സെക്ടർ ആയാലും ശരി, PSU സെക്ടേഴ്സ് ആയാലും ശരി, എല്ലാം സൈക്ലിക് സെക്ടേഴ്സ് ആയിരുന്നു. ഉദാഹരണത്തിന് ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഇത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും ബാക്കി എല്ലാ സെക്ടേഴ്സിനെ ഔട്ട് പെർഫോം ചെയ്യുകയും ചെയ്യും. അതിനുശേഷം ഗ്രോത്ത് ചെറുതായിട്ട് കുറയുന്നതായിട്ട് നമുക്ക് കാലാകാലങ്ങളായിട്ട് ഈ സെക്ടേഴ്സിൽ കാണാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ നേരം നിങ്ങളുടെ എത്ര നാളത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്ത് റിട്ടേൺ ആണ് പ്രതീക്ഷിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവൂ. 10% മാർക്കറ്റ് കറക്റ്റ് ചെയ്തിട്ടുള്ളൂ. ഈ സെക്ടേഴ്സ് എല്ലാം തന്നെ ഒരു 10 തൊട്ട് 15% വരെയുള്ള കറക്ഷനിൽ ത്രൂ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൻ്റെ ഫോള് എന്ത് ഇൻറ്റൻസിറ്റിയിൽ ഉണ്ടാവുമെന്ന് നമുക്കറിയത്തില്ല. ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം മാർക്കറ്റ് വീണിട്ടുണ്ട്. 0.34% റെഡിലാണ് ഇന്നും നിഫ്റ്റി ഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ് നമ്മൾക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. സോ യു ഹാവ് ടു വെയിറ്റ്. കുറച്ച് സമയം കൂടെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് സെക്ടേഴ്സിൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാവൂ. ഇതൊരു റെക്കമെൻഡേഷൻ അല്ലായിരുന്നു. ലാസ്റ്റ് ഒരു ഇയർ നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നടന്ന ഏതൊക്കെ സെക്ടേഴ്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്ന് മാത്രം നിങ്ങളുമായിട്ടൊരു ഇൻഫർമേഷൻ ഷെയറിങ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. സോ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആരും എടുത്തു ചാടിപ്പോയി ഈ സ്കീംസിലോട്ടോ ഈ ഫണ്ടുകളിലോട്ടോ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകരുത്. ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ളവർക്ക് മാത്രമേ സെക്ടറൽ ഇൻഡൈസസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോസിബിൾ ആയിട്ടുള്ളൂ എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. മാർക്കറ്റിന് ഒരുപാട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് സെക്ടറൽ ഇൻഡൈസസിലോട്ടൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റുന്നതിനെ പറ്റിയിട്ട് നമുക്ക് ആലോചിക്കാം. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ജേർണിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും നിങ്ങളുടെ ഫിനാൻഷ്യൽ ജേർണീനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഗോളിലേക്ക് നിങ്ങളെ അടുപ്പിക്കാനായിട്ട് വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നതായിരിക്കും. ബൈ.